أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖാരിയ ആണ് ഓതി കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ. അൽ ഖാരിഅതു, ആ ഭയങ്കരമായ സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ ഭയങ്കരമായ സംഭവം? വമാ അദ്റാക, താങ്കൾക്ക് എന്താണ് അറിയുക? മൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം എന്നാൽ എന്താണെന്ന്. യൗമ യകൂനുൻ നാസു, ജനങ്ങൾ ആയിത്തീരുന്ന ദിവസം. കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ ഈയാമ്പാറ്റകളെപ്പോലെ. വതകൂനുൽ ജിബാലു, അന്ന് പർവ്വതങ്ങൾ ആയിത്തീരും. കൽ എഹനിൽ മംഫൂഷ്, കടയപ്പെട്ട പഞ്ഞിരോമം പോലെ. ഫ അമ്മാ മൻ സഖുലത് മവാസീനുഹു, അന്നത്തെ ദിവസം ആരുടെ കർമ്മഫലങ്ങളാണോ അല്ലെങ്കിൽ ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഐശത്തി റാദിയ, അവൻ വളരെ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു, എന്നാൽ ആരുടെ തുലാസാണോ കർമ്മഫലമാണോ കനം കുറഞ്ഞു നിൽക്കുന്നത്, ഫ ഉമ്മുഹു ഹാവിയ, അവൻ്റെ ഉമ്മ അഥവാ അവൻ്റെ സങ്കേതം, അവൻ തിരിച്ചു പോകാനുള്ള സ്ഥലം ഹാവിയയായിരിക്കും. വമാ അദ്റാക, താങ്കൾക്ക് എന്താണ് അറിയുക? മാഹിയ, ഈ ഹാവിയ എന്നാൽ എന്താണെന്ന്. നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ ആളിക്കത്തുന്ന തീയാണ്, നരകമാണ് അത്. ലോകാവസാനത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ 1-2 സൂറകളിൽ പ്രതിപാദിച്ചത് മനസ്സിലാക്കുകയുണ്ടായി. ഇതും ഏകദേശം അതേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അൽ ഖാരിയ, ആ ഭയങ്കരമായ സംഭവം. മൽ ഖാരിയ, എന്താണ് ആ ഭയങ്കരമായ സംഭവം? അമാ അദ്റാക മൽ ഖാരിയ, ആ ഭയങ്കരമായ സംഭവം എന്താണെന്ന് താങ്കൾക്ക് എന്താണ് അറിയുക? അപ്പം ആ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭയാനകമായ ഒരവസ്ഥാവിശേഷമാണ്. ഭയങ്കരമായ ശബ്ദം, പൊടിപടലങ്ങൾ, ആകാശത്തുള്ള മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ശബ്ദം, പർവ്വതങ്ങളും മലകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ശബ്ദം, മനുഷ്യർ തന്നെ ആകെ അങ്കലാപ്പിലല്ലി നെട്ടോട്ടമോടുന്ന ആ ഒരു ഭീതിതമായ ഒരവസ്ഥ, ഇതെല്ലാം കൂടി അടങ്ങിയതാണ് ആ ഭയങ്കരമായ സംഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകാവസാനത്തിൻ്റെ സമയങ്ങളിൽ ആകാശത്തുള്ള ഗോളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി തകർന്നടിഞ്ഞ് ഭൂമിയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ആ ഭീതിതമായ
അവസ്ഥാവിശേഷമാണ്. എന്നിട്ട് അത് കഴിഞ്ഞ ഉടൻ പിന്നെ സംഭവിക്കാൻ പോകുന്നത് യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് ജനങ്ങൾ അവർ കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരും. മനുഷ്യർക്ക് ദിശാബോധം നഷ്ടപ്പെടും. ഇന്ന വഴിയിലൂടെ എന്ന് പറയുന്നതിന് പകരമായി അവർ നെട്ടോട്ടം ഓടും. ഈയാമ്പാറ്റകളുടെ ഒരു സ്വഭാവമുണ്ട്. മഴയൊക്കെ പെയ്ത സമയത്ത് ഒന്നായിട്ട് ഒരു ഭാഗത്ത് നിന്ന് പല പല ദിശയിലേക്കായിട്ട് ചിതറിപ്പോകുന്ന ഒരവസ്ഥ. അതേ അവസ്ഥയാണ് മനുഷ്യനുണ്ടാകാൻ പോകുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ പല ഭാഗത്തേക്ക് ചിതറിത്തെറിക്കുന്ന ഒരവസ്ഥ അന്ന് മനുഷ്യനുണ്ടാവും. അപ്പോൾ തക്കൂനുൽ ജിബാലു കൽ ഹനിൽ മംഫൂസ്, കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞിരോമം എങ്ങനെയാണോ അതേപോലെ ആയിത്തീരും നമ്മൾ നെറുകുത്തനെ നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ, മലകളൊക്കെ തന്നെ. വലിയ പർവ്വതം എവറസ്റ്റ് കൊടുമുടിയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ തരത്തിലുള്ള കിടങ്ങുകൾ സമുദ്രത്തിലുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മലകളൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീണ് ഒക്കെ കഷ്ണം കഷ്ണമായി ചെതറിത്തെറിച്ച് അവസാനം അതൊക്കെ നേർമയുള്ള മണ്ണായി മാറുന്ന, വലിയ പർവ്വതങ്ങളൊക്കെ വളരെ നേർമയുള്ള മണ്ണായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം അന്ന് സംജാതമാകുന്നതാണ്. അമ്മാമൻ സഖുലത് മവാസീനുഹു, അന്ന് മനുഷ്യൻ്റെ കർമ്മഫലങ്ങൾ തൂക്കി നോക്കും. ആ കർമ്മഫലങ്ങൾ ആരുടേതാണോ മികച്ചു നിൽക്കുന്നത്, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അനുഗുണമായിട്ട് പ്രവർത്തിച്ച ആളുകൾ ആരാണോ അവരുടെ ആ കർമ്മഫലങ്ങളുടെ ഏട് വളരെ സുദൃഢമായിരിക്കും, അതേസമയം നിറഞ്ഞതായിരിക്കും. അതേപോലെ ആ കർമ്മഫലം എന്ന് പറയുന്നത് തന്നെ തുലാസ് എന്ന അർത്ഥമുണ്ട്. അപ്പം നമ്മളുടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും അമലുകൾ, പ്രവർത്തനങ്ങൾ തുലാസിൽ വെച്ച് നോക്കുകയാണ്. ആ തുലാസ് ആരുടേതാണോ ഭാരം കൂടുതൽ വരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ബഹൂഫിയ ഈശത്തി റാദിയ, അവൻ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും, അവൻ സ്വർഗത്തിലായിരിക്കും, അവൻ ഇച്ഛിക്കുന്നത് മുഴുവൻ ലഭിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. സ്വർഗത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അവൻ വളരെ സന്തുഷ്ടനായിരിക്കും അവിടെ. അതേസമയം വാമാമൻ ഹഫത്ത് മവാസീനുഹു, ആരുടെ കർമ്മഫലങ്ങളാണോ വളരെ ചുരുങ്ങിയിട്ടുള്ളത്, ആരുടെ തുലാസാണോ കനം തൂങ്ങാത്തത്, വെയിറ്റില്ലാത്തതായിത്തീരുക. കാരണം നന്മകളാണ് അന്ന് തൂക്കുന്നത്. ആ തൂക്കത്തിൽ വരുന്നതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. നല്ല കാര്യം ചെയ്യാത്ത ആളുകളാണെന്ന് വിചാരിച്ചാൽ ഇവിടെ അള്ളാഹുവിനെയും അതുപോലെ തന്നെ അന്ത്യദിനത്തെയും പ്രവാചകന്മാരെയും ഒക്കെ തള്ളിപ്പറയുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ അനിവാര്യമായ അവസരങ്ങളിൽ പോലും നന്മയെ സംബന്ധിച്ച് ആലോചിക്കാതെ തീർത്തും ജീവിതം മുഴുക്കെ നഷ്ടപ്പെടുത്തിയ ആളാണെന്ന് വിചാരിച്ചാൽ അയാളുടെ കർമ്മത്തിന് ഭാരം ഉണ്ടാവില്ല, അയാളുടെ തുലാസ് ഒരിക്കലും കനം തൂങ്ങൂല. ആ അത്തരത്തിലെ ആളെ സംബന്ധിച്ചിടത്തോളം ഉമ്മുഹു ഹാവിയൻ, അയാളുടെ അഥവാ അയാളുടെ സങ്കേതം, അയാൾക്ക് തിരിച്ചു ചെല്ലാനുള്ള ഇടം, അത് ഹാവിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒമാദ്രാക്ക മാഹിയ, എന്താണ് ഹാവിയ എന്ന് താങ്കൾക്ക് എന്താ അറിയുക? അള്ളാഹു ഒന്നുകൂടി അതിനെ വീണ്ടും ചോദിക്കാൻ, എന്താണ് ഹാവിയ എന്ന് നിനക്ക് എന്താണ് അറിയുക? നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന ആളിക്കത്തുന്ന തീയായിരിക്കും, നരകമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അയാൾക്ക് പിന്നെ ഒന്നും ബാക്കിയില്ല. നന്മ അയാൾക്ക് അളക്കാൻ മാത്രമുള്ള, തൂക്കാൻ മാത്രമുള്ള നന്മകൾ വരാത്തത് കൊണ്ട് അയാളുടെ തുലാസിൻ്റെ ഭാരം കുറവും. അയാൾക്ക് ആ നന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങാൻ വെയിറ്റില്ലാത്ത അവസ്ഥ. അപ്പോൾ അയാൾക്ക് പിന്നുള്ള സങ്കേതം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിലെ ഏറ്റവും ചൂടുള്ള ആളിക്കത്തുന്ന അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നാഥ, നിന്റെ ദൂതന്മാർക്ക് നീ വാഗ്ദാനം ചെയ്ത സ്വർഗം ഞങ്ങൾക്കും നൽകണമേ. അന്ത്യനാളിൽ നീ ഞങ്ങളെ നിന്ദ്യരാക്കരുതേ തമ്പുരാനെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.